ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഇവിടെ ഒരു കുക്കർ ചൂടാക്കാൻ വേണ്ടി വെക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഈ കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ചൂടായ എണ്ണയിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു 3 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് വഴറ്റുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കി ഇടാൻ നോക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് ഉള്ളിയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഈ ഉള്ളി കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതുവരെ നിങ്ങളോട് ഏത് കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞില്ല. അത് നിങ്ങൾക്ക് തമ്പനയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ബ്ലാക്ക് മസൂർ ദാലാണ് ഞാനിന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ ഈ ചുവന്ന പരിപ്പുണ്ടല്ലോ, അത് മുഴുവനായിട്ടുള്ള സമയത്ത് ബ്ലാക്ക് കളറിലാണ് കിട്ടുക. ഒരു ബ്രൗൺ കളർ പോലെയുള്ളതാണ് കിട്ടുക മുഴുവനായിട്ടുള്ള സമയത്ത്. ആ ഒരു പരിപ്പ് കറിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. കാല മസൂർ ദാൽ. ഉള്ളി ഇട്ട് കൊടുത്ത് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. അതേപോലെ കുറച്ച് മല്ലിപ്പൊടി. ഇത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് മസാല കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഓക്കെ. ഇനിയിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ തക്കാളി കൂടി ഇട്ട് കൊടുത്തില്ലേ, അതിന് ശേഷം തക്കാളി, ഉള്ളി, ഈ മസാലയൊക്കെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ തവി വെച്ച് തന്നെ നല്ല പോലെ മെഷ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പ് കൂടെ കുറച്ച് ഇട്ട് കൊടുത്തായിരുന്നു ഇതിൽ. അത് വീഡിയോയിൽ വന്നില്ല. ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കണം കുറച്ച്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ച മസൂർ ദാൽ ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഫസ്റ്റ് തന്നെ മസൂർ ദാലൊക്കെ വേവിച്ച് വെച്ചായിരുന്നു. കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ഇതിൽ കാണിക്കാഞ്ഞത് വേവിക്കുന്നതൊക്കെ. കണ്ടില്ലേ, നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം വേവിച്ച് വെച്ച മസൂർ ദാൽ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ കറിയാണ്. ഇതേപോലെ നിങ്ങൾ ഈ മസൂർ ദാൽ വെച്ച് കറി തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണേ. വളരെ വളരെ രുചിയേറിയ ഒരു കറിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. ഇത് ചപ്പാത്തി, റൈസ്, പൂരി, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഈ മസാലേൻ്റെ കൂടെ ഇതേപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ പരിപ്പ് വേവിക്കുന്ന സമയത്തും കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം ഞാൻ മസാല മിക്സാക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തായിരുന്നു. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സാധാരണ മറ്റേ പരിപ്പില്ലേ, തുവരപ്പരിപ്പൊക്കെ, അതിനെക്കാട്ടിയെല്ലാം എത്രയോ രുചിയേറിയ ഒരു പരിപ്പാണിത്. ഇതിനെക്കൊണ്ട് നമ്മൾ എന്ത് കറി വെച്ച് കഴിഞ്ഞാലും ആ മറ്റേ പരിപ്പിനേക്കാളും രുചി കൂടുതലാണ് ഈ ഒരു പരിപ്പിന്. ഇനിയിപ്പോൾ ഇവിടെ ഡക്കൺ അടച്ച് കൊടുത്ത് നമുക്കൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നല്ല പോലെ വെന്ത് നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് ഞാൻ അരച്ച പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ അരച്ചത് തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി, ചെറിയ 2 ഉള്ളി, അതേപോലെ ഒരു 3-4 അണ്ടിപ്പരിപ്പ്,
നമ്മുടെ കാഷ്യൂനട്ട് ഉണ്ടല്ലോ അതും പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു ഢക്കൺ അടച്ച് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനിയിപ്പോൾ ഇത് ഢക്കൺ അടച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഉണ്ടല്ലേ. ഇനി ഇത്തിരി നേരം കൂടി ഞാൻ വെക്കുന്നുണ്ട്, കാരണം ഇത്തിരി കൂടെ വെള്ളം കുറുകി വരാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ ഇത് ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നല്ലപോലെ കുറുകി വരുന്ന സമയം കൊണ്ട് ഞാൻ ഇതിൻ്റെ സൈഡിൽ തന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ഇടേണ്ടത് കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. കടുക്, കറിവേപ്പില, പിന്നെ ചുവന്നുള്ളി, ചെറിയ ചുവന്നുള്ളി, പിന്നെ വറ്റൻ മുളക്, അതൊക്കെ ഇതിലേക്ക് ഫ്രൈ ചെയ്തിടണം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ കറി ഇവിടെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഢക്കൺ അടച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ കറിക്കകത്തേക്ക് ഫ്രൈ ചെയ്തിടാനുള്ളത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കടുക് പൊട്ടിച്ചെടുത്തു. അതിനുശേഷം ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം 2 വറ്റൻമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തു. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതൊരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ കറിയിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ആ ഒരു സമയത്ത് തന്നെ ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ തന്നെ ഢക്കൺ അടച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഇത്തിരി കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഈ ഒരു സമയത്ത് ഇളക്കി യോജിപ്പിക്കാൻ പാടില്ല കേട്ടോ. അവിടെ നിന്നൊരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം കറി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ കറിയൊക്കെ നല്ലപോലെ കുറുക്കി വന്നിട്ടുണ്ട്. ഈ ഒരു കറി തയ്യാറാക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ചേർക്കാതെ ഈ ഒരു തിക്നെസ്സിൽ തയ്യാറാക്കിയെടുക്കുക. വളരെ രുചിയേറിയ ഈ ഒരു കറി നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.